ലെഫ്റ്റ് റൈറ്റ് വോയിസ് കഴിഞ്ഞൊരു ദിവസം ചെയ്ത വീഡിയോ അതിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് അതേപടി സംഭവിക്കാൻ പോകും. ശബരി റെയിൽ യാഥാർത്ഥ്യമാകില്ല എന്നായിരുന്നു ഞങ്ങൾ ചെയ്ത വീഡിയോ. അതിപ്പോൾ ഔദ്യോഗികമായിട്ട് തീരുമാനമായി കഴിഞ്ഞു. കേന്ദ്രം മുന്നോട്ട് വെച്ച പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശബരി റെയിൽ നടത്താനാവില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ കേരളം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാനും ഇക്കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്രം എന്താണ് മുന്നോട്ട് വെച്ച പുതിയ നിബന്ധനകൾ? തുടക്കം മുതൽ തന്നെ ഇരട്ടപ്പാത വേണം, ഒറ്റ ലൈൻ പോരാ. ആദ്യ പദ്ധതിയിൽ ഈ റെയിൽപാത അങ്കമാലി മുതൽ എരുമേലി വരെ 111 കിലോമീറ്റർ ഒറ്റപ്പാതയായിട്ടായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. അതനുസരിച്ച് ഉള്ള ചെലവ് എസ്റ്റിമേറ്റ് തുകയാണ് കണക്കാക്കിയിരുന്നത്. അത് പ്രകാരം ഈ പദ്ധതി 3810 കോടി രൂപയ്ക്ക് തീരേണ്ടതായിരുന്നു. ധാരണ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായിട്ട് 50% വീതം ചെലവ് പങ്കിടുക. ആ പങ്കിടുന്നത് പ്രകാരം 1910 കോടി രൂപ 1910 കോടി രൂപ അല്ല 1900 കോടി രൂപ കേരളം വഹിക്കണം. ബാക്കി 1900 കോടി രൂപ കേന്ദ്ര സർക്കാർ അല്ലെ റെയിൽവേ വഹിക്കണം. കേരള വിഹിതം കൃത്യമായി അടച്ചില്ലെങ്കിൽ, ഗഡുക്കളായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ തുക ഈടാക്കാൻ വേണ്ടി ഒരു ത്രികക്ഷി കരാർ വേണമെന്നാണ് റെയിൽവേ മുന്നോട്ട് വെച്ച നിബന്ധന. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൂടെ RBIയെ കൂടെ ഇതിൽ കക്ഷിയാക്കിയിട്ട് ത്രികക്ഷി കരാർ ഏർപ്പെടുത്തുക. കേരളത്തിൻ്റെ വിഹിതം ഗഡുക്കളായിട്ട് കൊടുക്കുന്നതിൽ കേരളം പിഴ വരുത്തിയാൽ, മുടക്കം വരുത്തിയാൽ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലുള്ള പദ്ധതികളിൽ തുകയിൽ ആ തുക വെട്ടിക്കുറച്ച് ഈടാക്കിയിട്ട് ബാക്കി തുക കേരളത്തിന് നൽകുക. ഇത് റെയിൽവേക്ക് റിസർവ് ബാങ്ക് കൊടുക്കുക എന്നുള്ളതാണ് ത്രികക്ഷി കരാർ. ചുരുക്കത്തിൽ ത്രികക്ഷി കരാറും വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ കേരളം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. പകരം കേരളം മുന്നോട്ട് വെക്കുന്ന നിബന്ധന കിഫ്ബി വഴി ഈ പണം കണ്ടെത്താൻ പറ്റും. 1900.47 കോടി രൂപ കേരളത്തിൻ്റെ വിഹിതം കിഫ്ബി ഫണ്ടിൽ നിന്നും കണ്ടെത്തും. ത്രികക്ഷി കരാർ വേണ്ട. ഈ തുക കേന്ദ്രം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കി തരണം. ഇതാണ് കേരളത്തിൻ്റെ പ്രധാന ആവശ്യം. 1, കിഫ്ബി വഴി ഫണ്ട് സ്വരൂപിക്കാം. അതിന് കേന്ദ്രം ഏർപ്പെടുന്ന കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണം. 2, ഇരട്ടപ്പാത ഇപ്പോൾ പ്രായോഗികമല്ല. കാരണം ചെലവ് ഇരട്ടിയിലധികം വരും. 10,000 കോടിയോളം രൂപ വരും. അതിൻ്റെ പകുതി വഹിക്കാൻ, 5,000 കോടി വഹിക്കാൻ നിലവിൽ സാമ്പത്തിക സ്ഥിതി കേരളത്തെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വയബിൾ പ്രോജക്റ്റ്, പ്രായോഗിക പദ്ധതി ഏതാണ്? അത് ഒറ്റപ്പാത, പിന്നെ കിഫ്ബി വഴി നടപ്പാക്കുക, അതിൻ്റെ ഫണ്ടിങ്. ത്രികക്ഷി കരാർ പ്രായോഗികമല്ല കേരളത്തെ സംബന്ധിച്ച്. ഇതാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. ഇനി കേന്ദ്രത്തിൻ്റെ മറുപടിയാണ് ഇതിൽ വ്യക്തമാക്കേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രം വ്യക്തമാക്കിയത്, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത് ഇരട്ടപ്പാത തന്നെ വേണം, ത്രികക്ഷി കരാർ വേണം. ഇങ്ങനെ ഒട്ടും പ്രായോഗികമല്ലാത്ത നിബന്ധനകൾ കേന്ദ്രം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഞങ്ങളന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്, ഇത് നടപ്പാക്കാൻ കേന്ദ്രം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ശബരി റെയിൽ നടപ്പായി കാണാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ഓരോ മെല്ലപ്പോക്ക് നയവും മുട്ടാനായങ്ങളും പുതിയ ഡിമാൻഡുകളും മുന്നോട്ട് വയ്ക്കുകയാണ്. ഫലത്തിൽ ശബരി റെയിലിന് കേന്ദ്രം അനുകൂലമല്ല. അത് നടക്കാതിരിക്കാൻ വളഞ്ഞ വഴികളാണ് കേന്ദ്രം കൊണ്ടുവരുന്നത്. ഇരട്ടപ്പാത എന്തിന് ഇപ്പോൾ ഇരട്ടി തുക ചെലവാക്കിയിട്ട്? സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞിട്ട് ഇരട്ടപ്പാത പിന്നീട് പണിതാൽ പോരെ എന്ന പ്രായോഗിക നിർദ്ദേശം പോലും അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറാവാത്തതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്ന് പറയുന്നത് ശബരി റെയിൽ ഉടനെയെങ്കിലും നടക്കാൻ പാടില്ല. 1998 അംഗീകരിച്ച, വിഭാവനം ചെയ്ത ശബരി റെയിൽ ഇപ്പോഴും 25 കൊല്ലം കഴിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ടായിട്ട് നടപ്പാകാതെ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ദുരന്തമാണെന്ന് ആലോചിക്കണം. ഇതിന് കേരളത്തെ മാത്രം കുറ്റം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇപ്പോൾ ഈ പദ്ധതിക്ക് അള്ളുവെച്ചത്, ഇതിന് തടയിട്ടത് ആരുടെ നീക്കമാണ്? കേന്ദ്രത്തിൻ്റെ നീക്കമല്ലേ?
കേരള സർക്കാരിൻ്റെ നീക്കമാണോ? കേരളം മുന്നോട്ട് വെച്ച വയബിൾ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രായോഗികമല്ലേ? കിഫ്ബി വഴി ഫണ്ട് സ്വരൂപിക്കുക, കടബാധ്യത കുറയ്ക്കുക, റെയിൽവേ ലൈൻ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക, ഒറ്റവരിപ്പാത ആദ്യം ഉണ്ടാക്കുക, അത് എരുമേലി വരെ നീട്ടുക 111 കിലോമീറ്റർ കാലടിയിൽ നിന്നും. അത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് വിഴിഞ്ഞത്ത് വരെ നീട്ടാവുന്ന റെയിലായിട്ട് ഇതിനെ എരുമേലിയിൽ നിന്നും റാന്നി, പത്തനംതിട്ട, കോന്നി, പത്തനാപുരം, പുനലൂർ വഴി, വെഞ്ഞാറമ്മൂട് വഴി, നെടുമങ്ങാട് വഴി നേരെ നെയ്യാറ്റിൻകര, വിഴിഞ്ഞം വരെ നീളുന്ന തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ തന്നെ വൻ കുതിപ്പ് വികസനം വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിയും ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വലിയ പദ്ധതി, ഭാവിയുടെ ഒരു എഞ്ചിനായിട്ട്, ഗ്രോത്ത് എഞ്ചിനായിട്ട് ശബരി റെയിലിനെ മാറ്റാമെന്ന എത്രയോ നല്ലൊരു നിർദ്ദേശം കേരളം മുന്നോട്ട് വെച്ചിട്ട് ഇങ്ങനെ മുഖം തിരിഞ്ഞ് കേന്ദ്രം നിന്നു കഴിഞ്ഞാൽ എങ്ങനെ കേരളം മുന്നോട്ട് പോകും? കേരളത്തിൻ്റെ വൻ പദ്ധതികൾ എങ്ങനെ മുന്നോട്ട് പോകും? വിഴിഞ്ഞത്തിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാം. കേന്ദ്രത്തിൻ്റെ നിസ്സഹകരണം എത്രമാത്രം ഉണ്ടെന്ന്. അതിൻ്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ പോലും ഡേറ്റ് പോലും ഇപ്പോഴും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് പോലും. അപ്പോൾ ഇത്തരം ഒരു നയം കേന്ദ്രം തുടരുമ്പോൾ വിഴിഞ്ഞം മാത്രമല്ല, ശബരി റെയിലിൻ്റെ കാര്യത്തിലും വരാൻ പോകുന്ന ഓരോ പദ്ധതിയുടെ കാര്യത്തിലും ഈ സമീപനം വന്നാൽ കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ. അതുകൊണ്ട് ഇപ്പോൾ ഇനി നമുക്ക് പറയാവുന്ന അവസാനത്തെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, നിലവിൽ സമീപകാലത്തൊന്നും ശബരി റെയിൽ യാഥാർത്ഥ്യമാകില്ല. അത് കോൾഡ് സ്റ്റോറേജിലായി കഴിഞ്ഞു ശബരി റെയിൽ. കേന്ദ്രം നിലപാട് തിരുത്താതെ, കേന്ദ്രത്തോട് ഒന്നുകൂടി കേരളം ആവശ്യപ്പെടുമെന്നാണ് അറിയുന്നത്, നിബന്ധനകൾ മാറ്റിയിട്ട് കുറച്ചുകൂടി വയബിളായിട്ട്, പ്രാക്ടിക്കലായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ ഒരിക്കൽ കൂടി കേരളം ഔദ്യോഗികമായിട്ട് കരാർ ഒപ്പുവെക്കാൻ ഈ രീതിയിൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു അഭ്യർത്ഥനയോടെ നടത്തും. കിഫ്ബി വഴി ഫണ്ട് സ്വരൂപിച്ച് ഈ ത്രികക്ഷി കരാറില്ലാതെ റെയിൽവേ ഒറ്റവരിപ്പാതയായിട്ട് ആദ്യം നടപ്പാക്കാൻ ഒരു ശ്രമം കൂടെ വാക്കാൽ ഒരു അഭ്യർത്ഥനയുടെ കേരളം നടത്താൻ സാധ്യതയുണ്ട്. അതിലും കേന്ദ്ര അവസാനം പച്ചക്കൊടി കാണിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ സമീപ ഭാവിയിലൊന്നും ശബരി റെയിൽ യാഥാർത്ഥ്യമാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം.